بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ നാം അല്ലാഹുവിൻ്റെ മഹനീയമായ അനുഗ്രഹത്തിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അവനോട് കേണപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് അല്ലാഹു നമുക്ക് കനിഞ്ഞരുളി തന്നിട്ടുള്ള ധനത്തിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ചുള്ള ഏതാനും സമയത്തെ സംസാരത്തിനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിലേക്ക് മടങ്ങുക എന്ന നാം മുമ്പറിയിച്ച വിഷയം ഇൻഷാ അല്ലാഹ് നാളെ ഖുതുബയിലൂടെ പ്രതിപാദിക്കാനുള്ളതുകൊണ്ട് ഇന്ന് അതിൻ്റെ മറ്റൊരു ഭാഗമായ ധനശുദ്ധീകരണത്തിലൂടെ പടച്ചതമ്പുരാനിലേക്കുള്ള അടുപ്പം, അവനിലേക്കുള്ള മടക്കം, ആ വിഷയത്തിൽ ഊന്നിരുന്നുകൊണ്ടാണ് ഇന്ന് എൻ്റെ സംസാരം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ നിന്ന് വിട്ടുപിരിയുന്നതിൻ്റെ മുമ്പേ നമുക്കെല്ലാം പുറത്തു തരികയും അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഭൂമുഖത്തുള്ള മനുഷ്യന്മാരെ ഇവിടെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമുഖത്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൂമിയെ സംവിധാനിച്ചവനാണ് പടച്ചതമ്പുരാൻ. ഇവിടെ മനുഷ്യന് താമസിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളെ ഒരുക്കിത്തന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ. അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനാണ്. മാ ഫിൽ അർദി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവനും. മനുഷ്യന്റെ നന്മക്കും മനുഷ്യന്റെ നേട്ടത്തിനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയിലെ സൗകര്യങ്ങൾ അത്രയും. ആ സൗകര്യങ്ങളെ അവന്റെ നിശ്ചയപ്രകാരം അവന്റെ നിർദ്ദേശപ്രകാരം അനുവദനീയമായ നിലക്ക് ഉപയോഗപ്പെടുത്തലാണ് മനുഷ്യരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. ഏതൊക്കെയാണ് മനുഷ്യൻ അനുഭവിക്കാവുന്നത്, അനുഭവിച്ചുകൂടാത്തത് എന്ന് കൃത്യമായി അതാത് കാലങ്ങളിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ഈ ഭൂമുഖത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. ആ പ്രവാചകന്മാർ ഏത് കാലഘട്ടത്തിലും ആദ്യമായി വന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസരംഗത്തുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി പാടുപെട്ടവരാണ്. വിശ്വാസരംഗത്തുള്ള ശുദ്ധീകരണം പൂർത്തിയാകുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതമാസകലം ശുദ്ധീകരിക്കപ്പെടണം എന്നതാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പടച്ചതമ്പുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അവന്റെ ഉത്തരവാദിത്തം. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞതാണ്, അല്ലാഹു നൽകുന്നതാണ് ധനം. ഈ ധനം എങ്ങനെയും സമ്പാദിക്കാൻ മനുഷ്യന് അവകാശമില്ല. സമ്പാദിക്കുന്നതിന് പടച്ചതമ്പുരാൻ ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ ധനം വിനിയോഗിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ മനുഷ്യൻ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മരണാനന്തരം മനുഷ്യനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വഅൻ മാലിഹി, അവന്റെ ധനത്തെ സംബന്ധിച്ചവിടെ പ്രത്യേകം ചോദ്യമുണ്ട്. അവനുണ്ടാക്കിയ പണത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച് പ്രത്യേകം ചോദ്യമുണ്ട്. മിൻ ഐനക്തസബ്തഹു, നീ എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത് എന്ന്. സമ്പാദിച്ചത് എവിടെ നിന്ന്, എങ്ങനെ, ഏത് മാർഗത്തിൽ എന്നവിടെ ചോദ്യമുണ്ട്. വഫീമ അൻഫഖ്തഹു, നീ അത് എന്തിലാണ് ചെലവഴിച്ചത് എന്നതും ചോദ്യമുണ്ട്. മനുഷ്യന് സമ്പാദിക്കുന്ന മാർഗത്തിന് നിർദ്ദേശമുണ്ട്. അതെങ്ങനെയായിരിക്കണം, ഏതിലൂടെയായിരിക്കണം. ഇനി അങ്ങനെ സമ്പാദിച്ചാൽ തന്നെയും അത് ചെലവഴിക്കാനും ഇഷ്ടം പോലെ അനുവാദമില്ല. അത് ചെലവഴിക്കാനും ചില പ്രത്യേകമായ റൂട്ടുകളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ആ രണ്ടും ചോദ്യം ചെയ്യപ്പെടാതെ വെച്ച കാലം മുന്നോട്ട് വെക്കാൻ റബ്ബിന്റെ കോടതിയിൽ ഒരടിമക്കും അനുവാദം ലഭിക്കുകയില്ല എന്നാണ് റസൂലുള്ള പറയുന്നത്. ആ ഹദീസിന്റെ ആദ്യ ഭാഗത്തിലെ പ്രയോഗം അങ്ങനെയാണ്, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒരടിമയുടെയും ഇരുപാദങ്ങളും ഒന്ന് ചലിപ്പിക്കാൻ, ഒന്ന് നീക്കിവെക്കാൻ സാധ്യമല്ല ഈ 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച്, മിൻ ഐനക്തസബ്തഹു, നീ എവിടെ നിന്നാണത് സമ്പാദിച്ചത്, വഫീമ അൻഫഖ്തഹു, നീ അത് എന്തിലാണ് ചെലവഴിച്ചത്. ധനം എന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ നൽകുന്ന അവന്റേതായ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. ധനം ഒരു നിഅമത്താണ്.
പക്ഷേ ആ അനുഗ്രഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് ഐഹിക ലോകത്തിന്റെ ഒരു അലങ്കാരമാണ്, ധനവും സന്താനവും എന്നൊക്കെ പറയുന്നത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ധനവും സന്താനങ്ങളും ഐഹിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ്. ആ അലങ്കാരങ്ങൾ പടച്ചതമ്പുരാൻ അവന്റേതായ പ്രത്യേകമായ നിശ്ചയമനുസരിച്ച് ചിലർക്ക് കൂടുതൽ നൽകിയേക്കും, ചിലർക്ക് അവനൊന്ന് അളന്ന് കൊടുത്തുകൊണ്ട് പ്രത്യേകമായി കുടുസാക്കി നൽകിയേക്കും. അതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അവനാണത് ആർക്കൊക്കെ എത്ര അളവിൽ ഏതൊക്കെ അളവിൽ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, നിന്റെ റബ്ബ് അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമായി നൽകുന്നു, ചിലർക്ക് അവൻ അത്ര വിശാലമാക്കാതെ കുറച്ച് കുടുസാക്കി നൽകുന്നു. പടച്ചതമ്പുരാനാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ ഏതൊക്കെ മനുഷ്യന്മാർക്ക് എത്ര അളവിൽ ധനം നൽകണം, ആരൊക്കെ ഇവിടെ വലിയ സമ്പന്നരാകണം, ആരൊക്കെ ദരിദ്രരാണ്, ആർക്കൊക്കെ പ്രയാസങ്ങളുണ്ട്, ഇതെല്ലാം അല്ലാഹുവാണ് അറിയുന്നവൻ. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ പറയുന്നത് ധനം പടച്ചതമ്പുരാൻ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് അവൻ വിചാരിക്കേണ്ടതില്ല. കാരണം മനുഷ്യന് മോഹമുള്ള സാധനമാണ് ധനം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു മനുഷ്യന് വല്ലാത്ത സ്നേഹമാണ് പണത്തോട്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, നിങ്ങൾ ധനത്തെ അതിയായി സ്നേഹിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയമുള്ള വല്ലാദിയാത്തി ളബ്ഹ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ നമുക്ക് കാണാം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ ധനത്തോട് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി, ഇവിടെ അൽ ഖൈർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മാലുൽ കസീർ എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. വലിയ ധാരാളം ധനത്തോട് മനുഷ്യനുള്ള സ്നേഹം ലശദീദ്, വളരെ കഠിനം തന്നെയാണ്. അപ്പൊ മനുഷ്യന് ആർത്തിയുള്ളൊരു സാധനമാണ് ധനം. അതെത്ര പ്രായം ചെന്നാലും ധനത്തോടുള്ള ആർത്തിക്ക് പ്രായമൊരിക്കലും കൂടുകയില്ല. അത് എപ്പോഴും യൗവനത്തിൽ തന്നെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് പ്രായമാകുമ്പോ, ആദമിന്റെ പുത്രൻ അഥവാ മനുഷ്യൻ ഇങ്ങനെ പ്രായമാകുമ്പോ അവന്റെ ഏറ്റവും വലിയ ആർത്തി കൂടുകയാണ് പണത്തോട് ഹുബ്ബുൽ മാലി, ധനത്തോടുള്ള സ്നേഹം അവനിൽ അധികരിക്കുകയാണ്. വതൂലുൽ ഉംരി, ഒരുപാട് കാലം ഇനിയും ജീവിക്കണം എന്ന ആയുസ്സിനോട് ജീവിതത്തോടുള്ള മോഹവും കൂടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് പ്രായം എത്രയായാലും ഈ ആഗ്രഹങ്ങൾ അപ്പോഴും യൗവനത്തോടുകൂടി തുടിച്ചു നിൽക്കുമെന്നാണ് ആ പറയുന്നത്. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. എന്നാൽ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു സാധനം ഒരാൾക്ക് കിട്ടിയെങ്കിൽ അത് അല്ലാഹു അവനെ സ്നേഹിച്ചതിന്റെ ലക്ഷണമായി കാണരുത്. അല്ലാഹു ഒരാൾക്ക് ധനം നൽകുന്നത് സ്നേഹിച്ചത് കൊണ്ടല്ല, ധനം നൽകാതിരിക്കുന്നത് സ്നേഹക്കുറവ് കൊണ്ടുമല്ല. പരീക്ഷണമാണ് ധനം എന്ന് പറയുന്നത്. ദുന്യാവിലെ അലങ്കാരങ്ങളൊക്കെയും പരീക്ഷണമാണ്. ഇന്ന ദുന്യാ ഹുൽവത്തുൻ ഖദിറത്തുൻ, ദുന്യാവെന്ന് പറയുന്നത് മധുരമുള്ളതാണ്, ഖദിറത്തുൻ നല്ല പച്ചപ്പുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരുടെ കയ്യിൽ അത് നൽകിയിട്ട് വല്ലാഹു മുസ്തഖ്ലിഫുകും ഫീ, അവൻ നിങ്ങളുടെ ചിലരുടെ കയ്യിൽ അതൊക്കെ ഏൽപ്പിച്ചു തരും. അങ്ങനെ ഏൽപ്പിച്ചു തരുന്നത് എന്തിനാണെന്നോ ഫയൻളുറ കൈഫ തഅമലൂൻ, നിങ്ങൾ അതും കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കാണാൻ വേണ്ടി പരീക്ഷണമാണ് തരുന്നത്. ധനം തരുന്നതും പരീക്ഷണമാണ്, തരാതിരിക്കുന്നതും പരീക്ഷണമാണ്. രണ്ട് നിലക്കും പടച്ചവൻ പരീക്ഷിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ധനം നൽകുന്നതിനെ സംബന്ധിച്ചു മാത്രമല്ല, നൽകാതിരിക്കുന്നതും നൽകുന്നതും ഒക്കെ പരീക്ഷണമായാണ് ഖുർആൻ പറയുന്നത്. അതാണല്ലോ വൽ ഫജ്ർ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ നമുക്ക് കാണാം ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചിന്താഗതി ഇദാ മബ്തലാഹു റബ്ബുഹു, അവന്റെ റബ്ബ് അവനെ പരീക്ഷിക്കാൻ തുനിഞ്ഞാൽ. അപ്പൊ പരീക്ഷണം എന്നായി പറയുന്നത് എന്തിനെ സംബന്ധിച്ച്? ധനം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളമായി. അള്ളാഹുവിന്റെ ധനം ഒരാൾക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ചാണ് ആയത്തില് പരീക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന വ്യക്തി വിചാരിക്കുന്നു എന്റെ റബ്ബ് എന്നെ ആദരിച്ചുപോയി, എന്റെ റബ്ബിന് എന്നോട് വല്ലാത്ത സ്നേഹമാണ്, അള്ളാഹു എന്നെ ആദരിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ ഇത്രയൊക്കെ കിട്ടിയത്, ഞാൻ നന്നായത്.
അതേ അവസരത്തിൽ തന്നെ വീണ്ടും അല്ലാഹു പ്രയോഗിക്കുന്നു ഇബ്തിലാ എന്നാണ് പറയുന്നത്. ഏതിനെ സംബന്ധിച്ച്? ധനം കൊടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ചും പറഞ്ഞത് പരീക്ഷണം എന്ന് തന്നെയാണ്. ധനം കൊടുക്കുന്നതും കൊടുത്തുകൊണ്ടുള്ള പരീക്ഷണമാണ്, കൊടുക്കാതെയും പരീക്ഷണമുണ്ട്. അതാണ് അടുത്ത വചനം. അവന്റെ റിസ്ഖൊന്ന് അളന്ന് കണക്കാക്കി കുടുസാക്കി കുറച്ചു കൊടുത്താൽ അപ്പൊ ആ മനുഷ്യൻ വിചാരിക്കുന്നു, എന്റെ റബ്ബെന്നെ നിന്ദിച്ചുപോയി, എന്റെ റബ്ബെന്നെ അവഗണിച്ചല്ലോ എന്നിങ്ങനെ പരാതിപ്പെടുന്നു. അതിൽ അർത്ഥമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. രണ്ടും പരീക്ഷണമാണ്. അപ്പൊ ഒരുപാട് കിട്ടി എന്ന് വിചാരിച്ചതുകൊണ്ട്, എന്നോട് റബ്ബിന് വലിയ മഹബ്ബത്തുള്ളത് കൊണ്ട് തന്നതാണെന്ന ധാരണ വേണ്ട. കിട്ടിയില്ല, ജീവിതത്തിൽ എപ്പോഴും ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, കഷ്ടപ്പാടുകളാണ്, ദുരിതങ്ങളാണ് എന്ന് വെച്ച് എന്റെ റബ്ബിനെന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ അവഗണിച്ചതാണ്, എന്നെ നിന്ദിച്ചതാണ്, എന്നെ അപമാനിച്ചതാണ് എന്ന ധാരണയും ഒരാൾക്ക് പാടില്ല. രണ്ടും പരീക്ഷണമാണ്. പരീക്ഷണം നടത്തുമ്പോൾ വിജയിക്കലാണ് ഉത്തരവാദിത്തം. കിട്ടി ധനം നൽകപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോ ആ ധനം നൽകപ്പെട്ടുകൊണ്ടുള്ള പരീക്ഷയിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിലേക്ക് അത് ചെലവഴിച്ചുകൊണ്ട് പരീക്ഷയിൽ ജയിക്കാൻ കഴിയണം. അതേപോലെ തന്നെ ധനം നൽകപ്പെടാതെയുള്ള പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിലും വിജയിക്കാൻ കഴിയണം. എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചതാണ്, ആ തീരുമാനത്തിനനുസരിച്ച് അവൻ എനിക്ക് തന്നതാണ്, അതുകൊണ്ട് ഞാനതിൽ തൃപ്തിപ്പെടണം എന്ന് സബർ കാണിക്കുകയും അക്ഷമ കാണിക്കാതിരിക്കുകയും അല്ലാഹുവിന്റെ നിയമാവലികളെ വിട്ടുകൊണ്ട് ഈ ധനം എങ്ങനെയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മാർഗങ്ങൾ തേടാതിരിക്കുകയും ചെയ്യുമ്പോ ആ പരീക്ഷണത്തിൽ അവനും വിജയിക്കാൻ കഴിയുന്നു. അവ രണ്ടും പരീക്ഷണമാണ്. ഈ രണ്ട് പരീക്ഷണത്തിന്റെ അവസരത്തിൽ സത്യവിശ്വാസികൾ ചിന്തിക്കേണ്ടത് എന്താണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ധനത്തിനോട് വല്ലാത്ത മോഹമാണ്, ധനത്തോട് വല്ലാത്ത ആർത്തിയാണ്. ആ ആർത്തിയുണ്ടാകുമ്പോ എങ്ങനെയെങ്കിലും അത് നേടണം എന്നേ ചിന്തയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പരിശുദ്ധ ഖുർആനിൽ ആയത്തോതിക്കൊണ്ട് നമ്മളോട് പറയുന്നു, സത്യവിശ്വാസികളായ ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നു, അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ അവസാന കാലഘട്ടത്തിൽ രംഗത്ത് വരും. എന്താണ് അവരുടെ പ്രത്യേകത? അവര് ധനം ധാരാളമായി സമ്പാദിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ അവർ പരിഗണിക്കുകയില്ല, അവർ ആലോചിക്കുകയില്ല, അവർ ചിന്തിക്കുകയില്ല, താൻ ഈ ഉണ്ടാക്കിക്കൂട്ടുന്ന ധനമുണ്ടല്ലോ അത് അമിനൽ ഹലാൽ, ഇതെനിക്ക് ഹലാലായ ധനമാണോ, അമിനൽ ഹറാം, അതോ ഹറാമായ പണമാണോ എന്ന് ചിന്തിക്കാതെ പണം കുറെ വാരിക്കൂട്ടുക എന്ന ഒരു ചിന്താഗതിയിലേക്ക് മനുഷ്യൻ താഴ്ന്നു പോകുന്നൊരവസ്ഥ വരാനിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകി, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വസിച്ചവരെ, ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യായമായ നിലക്ക് നിങ്ങൾക്കിടയിലെ ധനങ്ങൾ ഭക്ഷിക്കരുത്, അന്യായമായ നിലക്ക് നിങ്ങൾ ധനം തിന്നരുത്, ഹറാമായ മാർഗത്തിലൂടെയുള്ള ധനം വേണ്ട. കാരണം കുല്ലു ജസദിൻ, ഏതൊരു ശരീരമായിരുന്നാലും അത് ഹറാം തിന്നുകൊണ്ട് വളർന്ന ഒരു ശരീരമാണെങ്കിൽ ഫന്നാറു ഔലാ ബിഹി, ആ ശരീരത്തിന് പിന്നെ ഏറ്റവും നല്ലത് തീയാണ്, നരകത്തിലേക്കാണ് ആ ശരീരത്തിന് പോകാനുള്ളത് എന്ന് വളരെ വ്യക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ പണം കിട്ടാതിരിക്കുന്നത് പരീക്ഷണമാണെന്ന് മനസ്സിലാകുമ്പോ ഇതെങ്ങനെയും ഞാൻ കൈപ്പിടിയിൽ ഒതുക്കിയേ മതിയാകൂ എന്ന നിലക്ക് ഏതെങ്കിലും മാർഗത്തിലൂടെ അത് നേടിയെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പരക്കം പാച്ചിലിനിടക്ക് അള്ളാഹുവിന്റെ നിയമാവലികളെ കാറ്റിൽ പറത്തുന്നത് ശ്രദ്ധിക്കണമെന്നാ പറയുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇത് പരീക്ഷണം എന്ന നിലക്ക്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. കണ്ടോ, ആയത്തിലും പരീക്ഷണം എന്നാ പറയുന്നത്. അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ജൂഇ വൽ ഖൗഫി, പേടി തന്നുകൊണ്ട്, വിശപ്പ് തന്നുകൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി, പല കായികനികളുടേതായ കമ്മിയിലൂടെ, സാമ്പത്തികമായ കമ്മിയിലൂടെ, ഞെരുക്കത്തിലൂടെയൊക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പറയുന്നു.
പരീക്ഷണമാണെന്ന് ചിന്തിക്കുമ്പോ പിന്നെ അതിൽ ജയിക്കാനാണ് മുസ്ലിം നോക്കേണ്ടത്. ഹറാമിലൂടെ പണം സമ്പാദിക്കാനുള്ള ത്വരയാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, ഹറാമ് തിന്ന് വളരുന്ന ശരീരം കൊണ്ട് ദുആ ചെയ്യുമ്പോ ദുആ വരെ സ്വീകരിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിനോട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അവര് എവിടെ ദുആ സമ്മേളനം നടത്തിയിട്ടെന്താ കാര്യം? അവരാരെ വിളിച്ചു കൂട്ടിയിട്ട് ദുആ സമ്മേളനം നടത്തിയാലും, പന്തലിൽ കൂടിയാലും, പള്ളിയിൽ കൂടിയാലും, എവിടെ വെച്ചവർ യാ റബ്ബ് എന്ന് അട്ടഹസിച്ചാലും അവർക്കെങ്ങനെ ഉത്തരം കിട്ടാനാണ്? കാരണം മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം. അവർ കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അവരെടുത്ത വസ്ത്രം ഹറാമിലൂടെ നേടിയ വസ്ത്രമാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാം ഹറാമിലൂടെ നേടിയ ധനമാണ്. ധനം സമ്പാദിക്കുന്ന വിഷയത്തിൽ എന്ത് തന്നെ മാർഗങ്ങൾ സ്വീകരിക്കാനും തയ്യാറാണെന്ന നിലക്ക് പലിശക്ക് പണം കൊടുത്തിട്ടും, പലിശ വാങ്ങിയിട്ടും, കൈക്കൂലി വാങ്ങിയിട്ടും, മോഷണം നടത്തിയിട്ടും, തന്റേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ കണ്ട്, തന്റേതായ മേലുദ്യോഗസ്ഥന്മാരെ പറ്റിച്ചുകൊണ്ട്, അനുവദിക്കപ്പെടാത്ത നിലക്കുള്ള ശമ്പളം നേടിക്കൊണ്ടും, അതേ രൂപത്തിൽ തന്നെ കളവ് പറഞ്ഞുകൊണ്ടും, ഹറാമായ നിലക്കുള്ള ബിസിനസ് ചെയ്തുകൊണ്ടും, ഒരു വസ്തുവിന് ഇല്ലാത്ത മേന്മ പറഞ്ഞു പരസ്യപ്പെടുത്തിയിട്ട് ഉപഭോക്താക്കളെ പറ്റിച്ചുകൊണ്ടുമൊക്കെ നേടുന്ന ധനമുണ്ടല്ലോ, എല്ലാം ഹറാമ് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചല്ലോ. പ്രവാചകനൊരിക്കൽ മദീനയുടെ ഒരു മാർക്കറ്റിലൂടെ നടന്നു പോവുകയാണ്. മദീനയുടെ ഒരു മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോ, സൂഖിൽ മാർക്കറ്റിലുണ്ട് ഒരാൾ ഒരു വിൽപ്പന നടത്തുന്നു. ഗോതമ്പാണ് വിൽപ്പന നടത്തുന്നത്. ആ വിൽപ്പന നടത്താൻ വേണ്ടി ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ട ഗോതമ്പ്, ആ ഗോതമ്പിന്റെ അടിയിലേക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅദ്ഖല യദഹു, തന്റെ കൈയങ്ങുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഫനാലത്ത് അസാബിഉഹു ബലലാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈയങ്ങുള്ളിലേക്ക് പോയപ്പോ കയ്യിൽ നനവാണ് കാണുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന, ഈ ഗോതമ്പ് കച്ചവടക്കാരനോട് ചോദിക്കുന്നു, മാ ഹാദാ യാ സാഹിബത്വാം, ഭക്ഷണത്തിന്റെ വിൽപ്പനക്കാരാ, എന്താണ് ഞാൻ ഈ കാണുന്നത്? ഈ കാണുന്ന ഉള്ളിൽ പുറമേക്ക് നല്ല ഗോതമ്പാണല്ലോ, അകത്ത് വെറും നനഞ്ഞൊലിച്ചിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത ധാന്യമടികളാണല്ലോ കാണുന്നത്. അപ്പൊ അയാൾ പറയുന്നു, അസാബത്തുഹുസ്സമാഉ യാ റസൂലല്ലാഹ്, അത് മഴ നനഞ്ഞു പോയി നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അഫലാ ജഅൽതഹു ഫൗഖത്ത്വാമി ഹത്താ യറാഹുന്നാസ്, ആളുകൾക്ക് വാങ്ങാൻ വേണ്ടി വരുന്ന ഉപഭോക്താക്കൾക്ക്, ആ ധാന്യം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന നിലക്ക് ആ നനഞ്ഞത് ഒന്നിനും പറ്റാത്തൊരു നിനക്ക് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് കച്ചവടം ചെയ്തുകൂടായിരുന്നോ? എന്തിനാണ് നീ ആളുകളെ പറ്റിക്കുന്നത്? മൻ ഗശ്ശനാ ഫലൈസ മിന്നാ, നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല തന്നെ. പ്രവാചകന്റെ നിർദ്ദേശം അന്ന് ഗോതമ്പിൽ മായം കലർത്താൻ നോക്കിയപ്പോഴാണ് പറഞ്ഞതെങ്കിൽ, ഇന്നെന്താണ് സ്ഥിതി സുഹൃത്തുക്കളെ? മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളിലെല്ലാം മായമാണ്, എല്ലാത്തിലും ഏകദേശം മായമാണ്. ഒറിജിനൽ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങാത്ത ഒരു സാധനവും ഇന്ന് ലോകത്തില്ല. എല്ലാതിലും മായം കലർന്ന കാലഘട്ടമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒറിജിനൽ വാദം അവകാശപ്പെട്ടുകൊണ്ട് കള്ളനബി പ്രത്യക്ഷപ്പെട്ട ലോകമാണിത്. അതേപോലെ തന്നെ ഔലിയാക്കന്മാരുടെ പേരിൽ ഞങ്ങൾ ഒറിജിനലുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഔലിയാക്കന്മാര് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടമാണിത്. ഇതേപോലെ തന്നെ എല്ലാ വസ്തുക്കളിലും വ്യാജനുണ്ട്. ആ വ്യാജന് ഒറിജിനലിന്റെ ചുവ നൽകിക്കൊണ്ട് ബിസിനസ് നടത്തുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഹറാമിലൂടെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ഹറാമിലൂടെ ധനം നേടുകയാണ്, പരസ്യം നൽകുകയാണ്. ഒരു വസ്തുവിനില്ലാത്ത പരസ്യം നൽകലാണ് അതിനെ സംബന്ധിച്ച് ജനങ്ങളെ പറ്റിക്കൽ. സമൂഹത്തിൽ കാണുന്ന പരസ്യങ്ങളുടെ എല്ലാ നിലക്കുമുള്ള പരസ്യങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ വസ്തുവിനില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പൊലിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 3 കൂട്ടം ആളുകളെ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കുക പോലുമില്ല. കാരുണ്യത്തിന്റെ നോട്ടം നാളെ പരലോകത്ത് മഹ്ശറിൽ വെച്ച് റബ്ബ് അവരെ നോക്കുകയില്ല. അവരെ ഒരു നിലക്കും പടച്ചവൻ പരിഗണിക്കുകയില്ല. തന്നെയുമല്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ നരകശിക്ഷ മാത്രമാണ് ലഭിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ആളുകളെ എണ്ണി പറഞ്ഞപ്പോ ഒന്നാമതായി പറഞ്ഞത് അൽ മന്നാൻ,
താൻ കൊടുത്ത ദാനധർമ്മങ്ങളെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, താൻ ചെയ്ത ദാനധർമ്മങ്ങളെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ആ നിലക്ക് കൊടുത്തത് എടുത്തു പറയുന്നവനാണ് ഒരുവൻ. രണ്ടാമതായി പറയുന്നു, വൽ മുസ്ബിലു ഇസാറഹു, തന്റെ തുണി നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവനാണ്. തുണിയായാലും പേന്റായാലും എന്ത് വസ്ത്രമാണെങ്കിലും നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്നവനും കഠിന ശിക്ഷയാണ്. മൂന്നാമതായി പറഞ്ഞതാണ് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം. വൽ മുൻഫിഖു സൽഅതഹു, തന്റെ ചരക്കിനെ വിൽപ്പന നടത്തിയവൻ, തന്റെ ചരക്ക് ചെലവഴിച്ചവൻ, വിറ്റഴിച്ചവൻ. ബിൽ ഹൽഫിൽ കദിബി, കള്ളസത്യം പറഞ്ഞിട്ട്, അഥവാ ഇല്ലാത്ത കാര്യങ്ങൾ ഈ വസ്തുവിനുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വന്ന ഉപഭോക്താവിനെ പറ്റിച്ച കച്ചവടക്കാരനുണ്ടല്ലോ. ഇല്ലാത്ത മേന്മകൾ പറഞ്ഞിട്ട് നുണ പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടത് വാങ്ങിച്ച കച്ചവടക്കാരനുണ്ടല്ലോ. അങ്ങനെ ഹറാമിലൂടെ ധനം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അവന് നാളെ പരലോകത്ത് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കില്ല, കാരുണ്യം അവന് പ്രതീക്ഷിക്കാനില്ല, നരകമാണ് അവനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ എല്ലാ രംഗത്തും സൂക്ഷിക്കേണ്ടതുണ്ട്. ധനം ഇന്ന് വാരിക്കൂട്ടുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കില്ലാതെ ധനം വാരിക്കൂട്ടുകയാണ് ഹറാമിലൂടെ. ലക്ഷങ്ങൾ വാരിക്കൂട്ടാൻ ഇന്ന് ഒരു മൂലധനത്തിന്റെയും മുതൽ മുടക്കാവശ്യമില്ലാതെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്ന വ്യവസായമാണ് ജാറ വ്യവസായം. ജാറ വ്യവസായത്തിനാണ് ഒരു മൂലധനവും മുതൽ മുടക്ക് ആവശ്യമില്ലാത്തത്. എവിടെ നിന്നെങ്കിലും ഒരു ശവം കിട്ടുകയേ വേണ്ടൂ. അത് കടലോരത്ത് അടിഞ്ഞതാണെങ്കിലും ശരി, അനാഥമയ്യത്തായിട്ട് നടുറോട്ടിലുള്ളതാണെങ്കിലും ശരി, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് തള്ളിയ ഒരു കൈയിന്റെ കഷ്ണമോ ഒരു മുട്ടിന്റെ കാലോ ഒരു എല്ലിന്റെ കഷ്ണമോ ഒരു തലയോട്ടിയോ ആണെങ്കിലും ശരി, ഏതെങ്കിലും പ്രദേശത്ത് കൊണ്ടുപോയിട്ടങ്ങ് മറമാടിയിട്ട് പെട്ടെന്ന് അവിടെ 4 വരി കല്ല് വെച്ച് പടുത്തങ്ങ് നന്നായി കുമ്മായമിട്ട് മിനുക്കിയിട്ടൊരു പച്ച പെയിന്റും അടിച്ച് ഒരു പച്ച വിരിയുമങ്ങ് പുതച്ച് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ വാരാൻ പിന്നെ എന്തിനാണ് ഇവിടെ മുതൽ മുടക്കാവശ്യമുള്ളത്? മൂലധനത്തിന്റെ ഒരാവശ്യവുമില്ലാതെ നമ്മുടെ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ തലയുയർത്തി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒരു ചില്ലിക്കാശ് മൂലധനം മുടക്കാവശ്യമില്ലാതെ ലക്ഷങ്ങൾ വാരുകയാണ് പുരോഹിതന്മാർ. അവർ സമ്പാദിക്കുകയാണ്. ഇവരാണ് ദുആ സമ്മേളനം നടത്തുന്നത്. ഹറാമിലൂടെ പണം വാങ്ങിയിട്ട് ഇവര് ദുആ സമ്മേളനം നടത്തിയിട്ട് ലക്ഷങ്ങളെ കൊണ്ട് ആമീൻ ചൊല്ലിപ്പിച്ചിട്ട് ഫഅന്നാ യുസ്തജാബു ലഹു, അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? കാരണം വാങ്ങിക്കൂട്ടിയ ധനമൊക്കെ ഹറാമിലൂടെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്താ, വ്യഭിചരിച്ച് കിട്ടുന്ന ധനത്തേക്കാൾ മോശമല്ലേ ജാറത്തിലെ വ്യവസായം? ഇസ്ലാം ഒരിക്കലും പൊറുക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ള പാപമാണ് ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വമ്പിച്ച അപരാധം, ഏറ്റവും വമ്പിച്ച അക്രമം അതാണ്. ഏത് പാപങ്ങളും പടച്ചവൻ പൊറുത്തേക്കും, പക്ഷേ ശിർക്കല്ല പൊറുക്കുന്നതല്ല. അതിലൂടെയുള്ള ധനം എത്രമാത്രം ദുഷിച്ച ധനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ദാരിദ്ര്യത്തിൽ ജീവിച്ച വ്യക്തിത്വമാണ്. മരിക്കുന്ന അവസരത്തിൽ പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതന്റെ വീട്ടിൽ നിന്ന് അല്പം ഗോതമ്പ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പണയത്തിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. സഹാബിമാർ എത്ര കഷ്ടപ്പെട്ടവരാണ്. സഫിൽ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിയുടെ പിന്നിൽ അണിയണിയായിരുന്നു കൊണ്ട് നിസ്കരിക്കുമ്പോ വിശന്നുകൊണ്ട് വീണുപോയ സഹാബിമാരുടെ ചരിത്രമുണ്ട്. വിശന്നുകൊണ്ടവർ വീണുപോവുകയാണ്. കാരണം എന്താ? വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, അത്രയും ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, പ്രയാസമുണ്ട്. ഒരു നോമ്പുകാരായിട്ടല്ല, നോമ്പല്ലാത്ത ദിവസങ്ങളിലും പ്രയാസം കൊണ്ട് മദീനത്തെ പള്ളിയുടെ ഒരു തിണ്ണയിൽ ഉയർന്നൊരു ഭാഗത്തിങ്ങനെ അവിടെ തന്നെ വിരിച്ച് കിടന്നുറങ്ങുകയും അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്യുന്ന വീടില്ലാത്ത പാവങ്ങളായ കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ കേൾക്കാം. വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് ലിൽ ഫുഖറാഇൽ മുഹാജിരീനല്ലദീന ഉഹ്സിറൂ في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا. ആളുകളെ സംബന്ധിച്ചാണ് റബ്ബ് വിശദീകരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ മക്കാ രാജ്യം വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോന്ന പട്ടിണി പാവങ്ങളായ സഹാബിമാര്. എന്താ അവരുടെ ലക്ഷണം? പാവങ്ങളാണ് അവർ. അവരുടെ ജീവിതത്തിന്റെ ഒരു ഗതിയും അവർക്കില്ല. അവരെന്നാൽ ആളുകളോട് യാചിക്കുമോ?
ആരോടെങ്കിലും തന്റെ ആവശ്യം പറഞ്ഞിട്ട് നിത്യവൃത്തിക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ അഭിമാനത്തെ സൂക്ഷിക്കുന്നവരാണവർ. അതുകൊണ്ട് യാചിക്കാൻ അവർ പഠിച്ചിട്ടില്ല, യാചിക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവരാണെങ്കിൽ ആരാണെന്നോ ഇന്നത്തെ കള്ള ഔലിയാക്കന്മാരെ പോലെയുള്ള വലിയകളല്ല, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഹിജറ പോകുന്ന വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു പൊരുത്തപ്പെട്ട് കഴിഞ്ഞ അവന്റെ ഹബീബീങ്ങളാണ്, അല്ലാഹുവിന്റെ തഖർറുബ് അവനോടുള്ള അടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാത്മാക്കളാണ്. ആ മഹാത്മാക്കളായ ആളുകൾ, മുഹാജിറുകളായ സഹാബികൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെട്ട സഹാബിമാര് നിസ്കരിക്കുമ്പോ അവര് സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് വെളിവാകുകയാണ്. കാരണം എന്താ? ഉടുത്ത തുണി അത്രയും വലുപ്പം കുറഞ്ഞ തുണിയാണ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉടുത്ത തുണി അത്രയും വലുപ്പമില്ലാഞ്ഞിട്ട് ഉടുത്ത തുണി കൊണ്ട് സുജൂദിലേക്ക് പോകുമ്പോ പിന്നിന്ന് നോക്കിയാൽ ഔറത്ത് കാണുന്നൊരവസ്ഥ. അത്രമാത്രം എന്തിനാ സുഹൃത്തുക്കളെ ഇത് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് ദാരിദ്ര്യമുണ്ടായിട്ടുണ്ട്, സ്വഹാബിമാർക്ക് ദാരിദ്ര്യമുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കൽ പോലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു ഷഹീദിന്റെ ഖബർ വെച്ചുകൊണ്ട് അവർ ഉപജീവനം നടത്തിയിട്ടില്ല, അതിന്റെ പേരിൽ സമ്പാദിച്ചിട്ടില്ല. ഒരു ചില്ലിക്കാശ് വരെ മരിച്ച മയ്യത്തിന്റെ പേരിൽ വെച്ചുകൊണ്ട് അവർ നേടിയിട്ടില്ല. എന്തേ അവർക്ക് പണത്തിനാവശ്യമില്ലേ? എന്തേ അവർക്ക് പണത്തിനാവശ്യമില്ലേ? അവിടെ മയ്യത്തുകൾക്ക് വല്ല പഞ്ഞവുമുണ്ടോ? അവിടെ ഔലിയാക്കന്മാർക്ക് വല്ല പഞ്ഞവുമുണ്ടോ? ഏറ്റവും വലിയ വലിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടെയുണ്ടല്ലോ, ഉമർ ഖത്താബ് ഉണ്ടല്ലോ, എല്ലാ ഔലിയാക്കന്മാരും ഉണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ കൂടെ പടനയച്ച ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾ മരിച്ചുപോയില്ലേ? ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത 70ഓളം ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ഷഹീദുകൾ ഉണ്ടായില്ലേ? എന്തേ ഇവരെയൊക്കെ വെച്ചിട്ട് ഈ ദാരിദ്ര്യത്തിനൊരു പരിഹാരം കാണാഞ്ഞത്? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുകളിൽ പെട്ടി വെച്ചുകൂടായിരുന്നോ? അതൊരു 4 വരി കല്ല് വെച്ചൊന്ന് പടുത്തിട്ടൊന്ന് പട്ടുവസ്ത്രം കൊണ്ട് മൂടിക്കൂടായിരുന്നോ? ഒരു വിളക്ക് കത്തിച്ച് അവിടെ ഒരു പട്ടുവസ്ത്രം വിരിച്ചിട്ട് അവിടെ ഒന്ന് പ്രത്യേകമായി ഒന്ന് ബോർഡർ തിരിച്ചു വെച്ചിട്ട് ഒരു പെട്ടി വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ഈ പാവപ്പെട്ട മുഹാജിരീങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യണം എന്ന് അഷ്റഫുൽ ഖൽഖ് എങ്ങാനും പറഞ്ഞിരുന്നുവെങ്കിൽ ബദർ ശുഹദാക്കളുടെയും ഉഹദ് ശുഹദാക്കളുടെയും ഒക്കെ ഖബർസ്ഥാനിൽ ഒരു പെട്ടി വെച്ചിരുന്നുവെങ്കിൽ അത് മിനിറ്റ് കൊണ്ട് നിറയുമായിരുന്നില്ലേ? ദീനാറുകളും ദിർഹമുകളും കൊണ്ട് നിറയുമായിരുന്നില്ലേ? പക്ഷേ ദാരിദ്ര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചപ്പോഴും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വരെ വിശപ്പ് സഹിക്കാതെ ബോധക്ഷയം കൊണ്ട് വീണാനുയായികൾ ഉണ്ടായപ്പോഴും ഈ മയ്യത്തിന്റെ ഖബറിൽ വെച്ചുകൊണ്ട് ഈ ഖബർ വെച്ചിട്ട് ഉപജീവനം നയിക്കാൻ, ഖബർ വെച്ചുകൊണ്ട് ലക്ഷങ്ങൾ നേടാൻ, ഖബർ വെച്ചിട്ട് പണം വാരാൻ, ഖബറിൽ കിട്ടിയ പണം കൊണ്ട് ഇത് ഇസ്ലാമികമായ പ്രവർത്തനം നടത്താൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരിക്കലും തയ്യാറായിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി അതിന് തയ്യാറായിട്ടില്ല. അവിടുന്ന് പാവങ്ങൾക്ക് സഹായിച്ചത് സക്കാത്തിലൂടെയാണ്, മറ്റു ദാനധർമ്മങ്ങളിലൂടെയാണ്. ഒരിക്കലും ഒരാളുടെയെങ്കിലും ഖബർ ചൂണ്ടിയിട്ട് ഇതൊരു ഷഹീദിന്റെ ഖബറാണ്, അവർക്ക് വേണ്ടി നേർച്ച വഴിപാട് നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പിരിച്ചില്ല. പിന്നെ എന്താ ഈ ഖബറിങ്ങൾ പെട്ടിവെച്ച് പിരിക്കാൻ ഈ ആളുകൾക്ക് തെളിവുള്ളത്? ഇബ്ലീസിന്റെ വഹയല്ലാതെ വേറെ ഏത് വഹയാണുള്ളത്? പടച്ച തമ്പുരാൻ ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ലല്ലോ, മഹാനായ നബി തങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഈ ഖബറിലൂടെ ജാറ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവകാശപ്പെടുന്നു, ഞങ്ങൾ ഇതിലൂടെ പണമുണ്ടാക്കിയിട്ട് ഞങ്ങൾ യതീം മക്കളെ പോറ്റുകയാണ്, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം കൊടുക്കുകയാണ്, അവർക്ക് ദീന് പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുകയാണ്, അങ്ങനെ ഒരുപാട് മദ്രസകൾ നടത്തുകയാണ്, ഹോസ്പിറ്റലുകൾ നടത്തുകയാണെന്നൊക്കെ പറയുമ്പോ ചിന്തിച്ചോ, ഇസ്ലാമിൽ ഒരു തത്വമുണ്ട്, ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗം കൂടി പരിശുദ്ധമാകണം. ഒരാൾ പറയുന്നു, അയാൾ ഇങ്ങനെ മാസം എന്നും അയാൾക്ക് പണി എന്താ? കൊള്ളയടിക്കല. എന്നും പോയിട്ട് ഇയാൾ ഇങ്ങനെ കളവ് നടത്തും. ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കളവ് നടത്തുന്നത്? അപ്പൊ പറയണ, ഞാൻ വെറുതെ ഒന്നുമല്ല, എന്റെ അപ്പുറത്ത് കുറച്ച് യതീം കുട്ടികളുണ്ട്, അവരെ പോറ്റാനാ, നല്ല രൂപത്തിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാണ്. കളവ് നടത്താൻ പാടുണ്ടോ? ഒരുത്തൻ വ്യഭിചാരശാല നടത്തുന്നു, പെൺവാണിഭം നടത്തുന്നു. എന്താ അവന്റെ ലക്ഷ്യം? നല്ല ബിസിനസ് ആണല്ലോ ഈ കാലഘട്ടത്തിൽ അത്.
അപ്പൊ ലക്ഷങ്ങൾ വാരിക്കൂട്ടാം. എന്നിട്ട് അവൻ അവകാശപ്പെടുന്നു, ഞങ്ങൾക്ക് ഒരുപാട് അറബി കോളേജുകളുണ്ട്, പാവപ്പെട്ട മുതഅല്ലിമീങ്ങളുണ്ട്, കല്യാണം കഴിയാത്ത വിധവകളുണ്ട്, അനാഥ പെൺമക്കളുണ്ട്, ഇവരെയൊക്കെ പോറ്റാനും അവർക്ക് വേണ്ട സംരക്ഷണം ചെയ്യാനുമാണ് ഞങ്ങൾ ഈ മുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാമില്ലത് അംഗീകരിക്കപ്പെടുന്നതാണോ? ദീനില്ലത് അനുവദിക്കപ്പെട്ട സംഗതിയാണോ? ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും ശുദ്ധമാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അവർ പറയട്ടെ, മഹാനായ മുഹമ്മദ് മുസ്തഫ ഏത് സദസ്സിൽ വെച്ചാണ് അല്ലെങ്കിൽ ഏത് വലിയന്റെ ഖബർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് പണമുണ്ടാക്കിയത്? പണത്തിന് ഇത്രമാത്രം ദാരിദ്ര്യമുണ്ടായ ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ സഹാബിമാര് അവരൊരിക്കലും ഒരു ജാറവും വിറ്റുകൊണ്ട് വ്യവസായം നടത്തിയിട്ടില്ല. ഇന്ന് ജാറത്തിന് വേണ്ടി കടിപിടിയാണ്. ജാറം ആർക്കാണ് കിട്ടേണ്ടത് എന്ന വിഷയത്തിൽ തർക്കമാണ്. കാരണം എന്താ? പണ്ട് കാലത്തൊരു ജാറം ആർക്ക് കിട്ടണം എന്ന തർക്കമില്ല. എന്തേ കാരണം? അന്ന് ജാറത്തിന്റെ പേരിൽ വ്യവസായമില്ല. ഇന്ന് ജാറം മുതൽ മുടക്കാവശ്യമില്ലാത്തൊരു വ്യവസായമാണ്. അപ്പൊ ആ വ്യവസായത്തിലൂടെ ഒരുപാട് നേടാൻ പറ്റും. അങ്ങനെ ഉപജീവനം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ തമ്മിൽ തല്ലാണ്. ഓരോരുത്തരും പറയുന്നു, കോഴിക്കോട് നമുക്ക് കാണാം ഇടിയങ്ങര എന്ന് പറയുന്ന ഒരു ജാറം, ഇടിയങ്ങരയിലെ അപ്പവാണി ബശൈഖിന്റെ ജാറം. ആ ജാറത്തിന്റെ വരുമാനം മുഴുവൻ ഒരു അറബി കോളേജിലെ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്കാ ഉപയോഗപ്പെടുത്തുന്നത്. വലിയ പണ്ഡിതന്മാരായി പുറത്തു വരുന്ന ആളുകൾ, അവർക്ക് പഠിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇടിയങ്ങര ജാറത്തിലെ അപ്പവാണിപ നേർച്ചയുടെ വരുമാനമാണ്. കയ്യപ്പവും കണ്ണപ്പവും കാതപ്പവും മൂക്കപ്പവും ഏത് ശരീരത്തിന്റെ ഏത് അവയവത്തിനാണ് രോഗം ബാധിച്ചതെങ്കിൽ ആ ശരീരത്തിന്റെ അതേ അവയവത്തിന്റെ മോഡലിൽ അപ്പമുണ്ടാക്കിയിട്ട് ജാറത്തിലേക്ക് സമർപ്പിക്കലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട രീതി. ഇത് വെറുതെ പറയുന്നതല്ല. നാട്ടിൽ പോകുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കണം. കോഴിക്കോട് കാണാവുന്നതാണ് ഇടിയങ്ങര ശൈഖിന്റെ പള്ളി. അവിടെ പോയി പരിശോധിച്ചു നോക്കൂ. അവിടെ ജാറത്തിൽ ആ വ്യവസായം നടക്കുന്ന, അവിടെ പൂരം നടക്കുമ്പോ അതല്ലെങ്കിൽ നേർച്ച നടക്കുന്ന അവസരത്തിൽ അവിടെ വരുന്ന പ്രധാനപ്പെട്ട നേർച്ച ഏതാണ്? അപ്പവാണിപമാണ്. അവിടെ കാണാൻ നിങ്ങൾക്ക് കയ്യപ്പം, കണ്ണപ്പം, മൂക്കപ്പം, കാലപ്പം, കയ്യപ്പം. ഇതേ ശരീരത്തിന്റെ ഏത് ഭാഗത്തിനാണ് അസുഖമെങ്കിൽ നിങ്ങൾ നേർച്ചയാക്കുന്നു. ഉപ്പാപ്പാടെ കബറിങ്കിലേക്ക് ഒരു കണ്ണപ്പം, ചെങ്കണ്ണ് വന്നാൽ കണ്ണപ്പം, മൂക്കൊലിപ്പ് വന്നാൽ മൂക്കപ്പം, കയ്യിന് വാദം വന്നാൽ കയ്യപ്പം, കാലിന് വേദന വന്നാൽ കാലപ്പം. ഇനി എവിടെയാണ് ആകെക്കൂടി വേദന വന്നതെങ്കിൽ അതിനൊക്കെ അപ്പം. അപ്പൊ ആകെക്കൂടി അപ്പാണ്. അപ്പൊ ഒരുത്തൻ കൊണ്ടുപോകുക, ഒരിക്കൽ മയ്യത്ത് കട്ടിലില്ല നേർച്ച കൊണ്ടോണ്. മയ്യത്ത് കെട്ടില് നേർച്ച കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു, ഇതെന്താ അങ്ങോട്ട് കൊണ്ടുവരുന്നത്? പള്ളിക്കാട്ട് കൊണ്ടുപോകേണ്ട സാധനമാണല്ലോ, ഇതെന്താ അങ്ങോട്ട് ഇത്? അപ്പൊ അയാൾ പറഞ്ഞു, ഇതല്ല, ഇത് ഞങ്ങളെ ആചാര്യക്ക് തളർവാരം പിടിച്ച് ആകെ കുഴഞ്ഞു കിടക്കണം. അപ്പം മോഡലുള്ള അപ്പാണ്. ആ മോഡലുള്ള ഒന്നാകെ മയ്യത്തപ്പാ വരുന്നത്. ഇക്കോലത്തിലുള്ള എല്ലാ നേർച്ചകളും നടമാടുന്ന സ്ഥലമാണ്. പിന്നെ വെള്ളിക്കണ്ണ്, വെള്ളിമൂക്ക്, വെള്ളിക്കാല്, ഇങ്ങനെ ധനം സമ്പാദിക്കാം, ഹറാമിലൂടെ ധനം സമ്പാദിക്കുക. കൂട്ടരെ, ഈ വഴക്കും വാശിയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ആലോചിച്ചുകൂടെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുള്ള അത്ര ഔലിയാക്കന്മാരുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എത്രയോ ഔലിയാക്കന്മാരുണ്ടായിരുന്നു, എത്ര ഖബറുകൾ ഉണ്ടായിരുന്നു. ബഖീഉൽ ഗർഖദിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ തന്നെ ഖബറടക്കപ്പെട്ട എത്രയോ ഷഹീദുകളുണ്ട്, എത്രയോ ഔലിയാക്കന്മാരുടെ മദീനത്തെ പൊതുശ്മശാനത്തിൽ ഒരൊറ്റ ഖബറിങ്ങലും പെട്ടിവെച്ച് പിരിച്ചിട്ടില്ല, ഒരൊറ്റ രൂപത്തിലും സമ്പാദിച്ചിട്ടില്ല. മറിച്ച് ജനങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്താനും വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കൊടുക്കാനും യതീം മക്കളെ പോറ്റാനും വിധവകളെ സംരക്ഷിക്കാനും അനാഥകളെ സംരക്ഷിക്കാനുമൊക്കെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ചെലവഴിച്ചോ, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണേ, മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കണം. അതിനല്ലാഹു നിശ്ചയിച്ചിരുന്ന മാർഗം എന്തൊക്കെയാ? അതിന് നിർബന്ധമായി ചില വകുപ്പുകൾ നിശ്ചയിച്ചിരുന്നു. അതാണ് സക്കാത്ത്. മറ്റൊന്ന് നിർബന്ധമല്ലാത്ത ദാനധർമ്മങ്ങളെയും നിശ്ചയിച്ചു. രണ്ടും നൽകണം. ഓരോ അവസരത്തിലും അതിൻ്റെതായ അവസരത്തിനൊത്തുകൊണ്ട് ഉയർന്നുകൊണ്ട് ചെലവഴിക്കണം എന്നതാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെ ചെലവഴിക്കാതെ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ശക്തമായി തന്നെ പോരാടുമെന്ന് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ വഫാത്തായി പോയതിന്റെ ശേഷം സകാത്ത് പൊതുമുതലിലേക്ക് അടക്കാൻ പലർക്കും സമ്മതമില്ലാതെയായി. റസൂല് മരിച്ചുപോയില്ലേ? റസൂലുള്ളാഹിയുടെ കയ്യിലാണ് സകാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് വാങ്ങാൻ ഇപ്പൊ റസൂലുള്ള നമ്മുടെ കൂടെയില്ല, നബി അത് ഏറ്റെടുക്കാനില്ല. റസൂല് വാങ്ങുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കുടുംബത്തിന് വേണ്ടി എന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം നബി കുടുംബത്തിന് സകാത്ത് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ നിയമം. റസൂലുള്ളാഹിയുടെ കുടുംബത്തിന് സകാത്ത് വാങ്ങാൻ പറ്റൂല.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വാങ്ങിയത് പ്രവാചകന്റെ ഉപയോഗത്തിനല്ല, പൊതുമുതലിലേക്ക് അത് സംഭരിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ആ കാലഘട്ടത്തിലെ രീതി. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇനി ഏൽപ്പിക്കേണ്ടതില്ല. ഖുർആനിലാണെങ്കിൽ പറയുന്നത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, നബിയെ അവരുടെ സമ്പത്തിൽ നിന്ന് നീ സദഖ സ്വീകരിക്കണം. അതവരുടെ ധനത്തെയും മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിക്കുന്നതാണ്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നൊക്കെ ഖുർആനിൽ റസൂലുള്ളാഹിനോടാണ് കൽപ്പനയുള്ളത്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കയ്യിൽ ഞങ്ങൾ സകാത്ത് തരില്ലെന്ന് ചില കപടന്മാരായ ആളുകൾ റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ശേഷം വാദിച്ച് പിടിവാശിയിൽ നിന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. പൊതുമുതലിലേക്ക് നിങ്ങൾ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് അടക്കേണ്ടുന്ന നിലക്കുള്ള ഒരാട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയുടെ അതിനെ കയറിട്ടിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ കഴുത്തിലിടുന്ന ഒരു വടമെങ്കിലും, അതിന്റെ കഴുത്തിൽ ചാർത്തുന്ന ഒരു വടമായിരുന്നാലും അത് തരില്ലെന്ന് പിടിവാശി വെച്ചാൽ ഞാൻ അവരോട് അത് നൽകുവോളം വസൂലാക്കപ്പെടുവോളം ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്. അത്ര ശക്തമായി ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണ് സക്കാത്ത്. അതിലൂടെ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ അർത്ഥത്തിലാണ് സുഹൃത്തുക്കളെ ഇസ്ലാം ആ കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങനെ ധനം സമ്പാദിക്കുന്ന മാർഗം ശുദ്ധമായിരിക്കണം. ആ നിലക്ക് ധനം ശരിയായ മാർഗത്തിലൂടെ ശുദ്ധീകരിച്ച നിലക്ക് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിനിമയം നടത്തുന്നതും ഹലാലായ മാർഗത്തിലൂടെയാകണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. ദൂർത്തടിക്കാൻ പാടില്ല. വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത് എന്ന് ഖുർആൻ പറയുന്നു. കാരണം ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ്ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ ശൈത്താന്റെ കൂട്ടുകാരാകുന്നു. അതുകൊണ്ട് എന്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയ പണമാണ്, അത് ഞാൻ ഇഷ്ടം പോലെ ചെലവഴിക്കുമെന്ന് അധികാരം പറയാനോ വമ്പ് പറയാനോ ഒരാൾക്കും അനുവദനീയമല്ല. ഒരാൾക്കും അതിന് അർഹതയില്ല. കാരണം പണം അല്ലാഹ് നൽകിയതാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ നൽകിയെന്നേയുള്ളൂ. അത് അവന്റെ ഇഷ്ടപ്രകാരം മാത്രമേ സമ്പാദിക്കാനും അവൻ പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് മാത്രമേ വിനിമയം നടത്താനും പറ്റുകയുള്ളൂ. സമ്പാദ്യം ശുദ്ധമായി കഴിഞ്ഞാൽ ഇനി ചെലവഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ശുദ്ധമായ നിലക്ക് ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒരു ഹറാമിലൂടെയും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അപ്പൊ എനിക്ക് ഇനി ഇഷ്ടം പോലെ ചെലവഴിക്കാമെന്ന് ധരിക്കണ്ട. അതാണല്ലോ പറയുന്നത്. ചെലവഴിക്കാനും ചില കണിശമായ നിയമങ്ങളുണ്ട്. പടച്ചവന് പൊരുത്തപ്പെടുന്നതിലേക്ക് ചെലവഴിക്കാവൂ. കിട്ടിയ മുതൽ തന്നെയും നീ എല്ലാ വർഷവും ശുദ്ധീകരിച്ചു കൊള്ളണം. അതാണ് നമ്മൾ റമദാനിൽ, ശുദ്ധീകരണത്തിന്റെ മാസമായ റമദാനിൽ ധനത്തിന്റെ ശുദ്ധീകരണം കൂടി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. റമദാൻ ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമാകുന്ന ഒരു കാലഘട്ടമായിട്ടല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ളുഹറിന്റെ സമയമായാൽ നിസ്കരിക്കണമല്ലോ, അസറിന്റെ സമയമായാൽ നിസ്കരിക്കണമല്ലോ. ഇതുപോലെ ഒരാളുടെ ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമായ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ അതേതവസരത്തിലാണ് എത്തിയതെങ്കിൽ അവൻ കൊടുക്കൽ നിർബന്ധമാണ്. അതല്ലാതെ റമദാൻ ഒരു സക്കാത്തിന്റെ മാസമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓരോന്നിന്റെയും സമയം എത്തുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇസ്ലാം പറഞ്ഞു കാർഷിക വിളകളെ സംബന്ധിച്ച് കാർഷികോൽപ്പന്നങ്ങളുടെ അവകാശം നിങ്ങൾ കൊടുത്തു തീർക്കണം. യൗമ ഹസാദിഹി, അത് വിളവെടുക്കുന്ന ദിവസം എന്നാ പറഞ്ഞത്. റമദാനിൽ കൊടുക്കണമെന്ന് ഖുർആനിൽ കാണുന്നില്ല. റമദാനിൽ കൊടുക്കുക, നീട്ടിവെക്കുക എന്നും പറയുന്നില്ല. സമയം എത്തിക്കഴിഞ്ഞാൽ കൊടുക്കേണ്ടുന്ന ഒരു അവകാശമാണ് സക്കാത്ത്. അത് കൊടുക്കാതിരുന്നാൽ ഈ ലോകത്ത് ഒരാളും കണക്ക് നോക്കാനില്ല. നമ്മുടെ ധനത്തിന്റെ അളവ് കണക്ക് നോക്കാനും അത് പരിശോധിക്കാനും നമ്മളത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഈ രാജ്യത്തൊരു പക്ഷേ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മരണാനന്തരം അത് കൃത്യമായി വിചാരണ ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നിന്റെ ധനമുണ്ടല്ലോ ആ ധനം യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും അദാ മാ കനസ്തും ലിയൻഫുസികും ഫദൂ
ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. നിങ്ങൾ കൂട്ടിവെച്ച മുതലുണ്ടല്ലോ, ആ മുതലൊക്കെ കൂടി അല്ലാഹു നാളെ നരകത്തിയിലിട്ട് പഴുപ്പിച്ചിട്ട് നിങ്ങളുടെ സുന്ദരമായ ശരീരത്തിന്റെ മുഖത്തും പുറത്തും പാർശ്വഭാഗങ്ങളിലുമെല്ലാം അതുകൊണ്ട് പൊള്ളിക്കുന്നതാണ്. അങ്ങനെ വേദന കൊണ്ട് നിങ്ങൾ പൊളയുമ്പോ നരകത്തിയിലെ ചൂടുകൊണ്ടാണ് പൊള്ളിക്കുന്നത്. വേദന സഹിക്കാതെ നിങ്ങൾ ആർത്തട്ടഹസിക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിന്നെയും കൽപ്പനയുണ്ടാകുന്നത് ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചുകൊള്ളുവീൻ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ, നിങ്ങൾ കൂട്ടിവെച്ച മുതലല്ലേ എന്നാണ് പറയുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അതാഹുല്ലാഹു മാല, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല, മൻ അതാഹുല്ലാഹു മാല, ആർക്കെങ്കിലും അല്ലാഹു തആല ധനം നൽകി, ഫലം യുഅദ്ദി സകാതഹു, എന്നിട്ട് അവൻ അതിന്റെ നിർബന്ധമായ അവകാശം അതിന്റെ അവകാശികൾക്ക് കൊടുത്തു വീട്ടാതെയാണെങ്കിൽ, മുസ്സില ലഹു മാലുഹു യൗമൽ ഖിയാമ, ആ ധനമൊക്കെ കൂടി നാളെ പരലോകത്ത് രൂപാന്തരം പ്രാപിക്കുന്നതാണ്. എങ്ങനെ? കണ്ടാൽ തന്നെ ഭീകരരൂപിയായ നിലക്കുള്ള ഒരു സർപ്പമായി നിന്റെ ധനം മാറും. അഷ്റഫുൽ ഖൽഖാണ് പറയുന്നത്. മുത്തശ്ശി കഥകളല്ല, മാലയല്ല, മൗലീദല്ല, വിശുദ്ധ ഹദീസിന്റെ വാചകങ്ങളാ കൽപ്പിക്കുന്നത്. ആ ഏറ്റവും ഭീകരനായ സർപ്പം വന്നിട്ട് യുതവ്വിഖുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അതവന്റെ കണ്ഠാഭരണമായി അണിയിക്കപ്പെടും. ഏത്? നമ്മളുണ്ടാക്കിയ ദിർഹമുകൾ, നമ്മളുണ്ടാക്കിയ ധനം. ആ ധനം നമ്മൾ ഒരുപാട് കൂട്ടിവെച്ചു, അതിന്റെ സക്കാത്ത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ നൽകിയില്ല, കണക്ക് നോക്കിയില്ല, പരിശോധിച്ചില്ല, അതിനെപ്പറ്റി ആലോചിച്ചതേ ഇല്ലെങ്കിൽ ഞാനൊക്കെ എന്തിന് സക്കാത്ത് കൊടുക്കാനാ? ആരാണിപ്പ എന്റെ ബാലൻസ് പരിശോധിക്കാൻ വരുന്നത്? ആരാണിപ്പ ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ രാജ്യത്തെന്താ സംവിധാനമുള്ളത്? അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എനിക്കിഷ്ടമുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള രൂപത്തിൽ ഞാൻ കൊടുക്കും എന്ന് വിചാരിച്ചു കൊടുത്തും കൊടുക്കാതെയും പൂറ്റിവെച്ചുമൊക്കെ നടന്ന ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോ ഇവനുണ്ടാക്കി ഇവിടെ ബാക്കി വെച്ചുപോയ അവന്റെ സമ്പാദ്യമുണ്ടല്ലോ, അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കിയ കെൻസുകളുണ്ടല്ലോ, അതെല്ലാം കൂടി ഒരു പാമ്പിന്റെ ഭീകരമായ സർപ്പത്തിന്റെ രൂപത്തിൽ വന്നിട്ട് അവനെ ഇങ്ങനെ ആഞ്ഞു കൊത്തുകയാണ്, അവന്റെ തലയിലും മുഖത്തുമാകെ ആഞ്ഞു കൊത്തുകയാണ്. എന്നിട്ട് ആ പാമ്പ് വിളിച്ചു പറയും, അനമാലുക അനകംസുക, ഞാൻ നിന്റെ മുതലാണ്, ഞാൻ നീ കൂട്ടിവെച്ച നിധിയാണ്. വേദന കൊണ്ട് സഹിക്കവയ്യാതെ മനുഷ്യൻ അട്ടഹസിക്കുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പാമ്പിനെ കാണാൻ നമുക്ക് പേടിയല്ലേ? ഭീകരനായ ഒരു സർപ്പം നമ്മുടെ കഴുത്തിൽ അങ്ങനെ ചുറ്റി വരിഞ്ഞു മുറുക്കിയിട്ട് തല പൊക്കിപ്പിടിച്ചിട്ട് ഇങ്ങനെ പലതവണ ഇങ്ങനെ ആഞ്ഞാഞ്ഞു കൊത്തുന്ന രംഗം ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആ ഒരവസരമാണ് വരാനിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തെളിവായിട്ട് ഈ ആയത്താണ് ഓരുന്നത്, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറത്തു ആലു ഇമ്രാൻ, അതിലാ റബ്ബിക്കാര്യം പറയുന്നത് എന്ത്? വലാ യഹ്സബന്ന, വിചാരിക്കണ്ട. ആര് വിചാരിക്കണ്ട? അല്ലദീന യബ്ഖലൂന, പിശുക്ക് കാണിക്കുന്നവര്. എന്തിൽ നിന്നാ അവര് പിശുക്ക് കാണിക്കുന്നത്? ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. നോക്കുക പ്രയോഗം. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ഏൽപ്പിച്ച സാധനത്തിൽ പിശുക്ക് കാണിക്ക. അവന്റെതല്ലാണ്, ഞാൻ കൊടുത്തതാണ്. ആതാഹുമുല്ലാഹു, അള്ള കൊടുത്തത്. മിൻ ഫദ്ലിഹി, അള്ളാഹുടെ ഔദാര്യത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് പടച്ചവൻ അവനെ കുറച്ചു കാലത്തേക്ക് ഏൽപ്പിച്ച ഈ അമാനത്ത്, ആ അമാനത്ത് അവകാശികൾക്ക് കൊടുക്കാതെ പിശുക്ക് കാണിക്കുന്നവർ വിചാരിച്ചു പോകണ്ട, ഹുവ ഖൈറൻ ലഹും, അതവർക്ക് നല്ലതിനാണെന്ന് വിചാരിക്കണ്ട. അവര് വിചാരിക്കും, ഞാൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത്, തോന്നിയതുപോലെ ചെലവഴിച്ചാലെന്ത്, ദൂർത്തടിച്ചാലെന്ത്, ഒരുപാട് വേദിയിലേക്ക് ചെലവഴിച്ചാലെന്ത്, എന്ത് ഹറാമിലേക്ക് കൊടുത്താലെന്ത്. അങ്ങനെ കൊടുക്കുന്നവരൊന്നും അവർക്കൊരു നല്ലതിനാണെന്ന് വിചാരിക്കണ്ട. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് തിന്മയാണ്, അതവർക്ക് നല്ലതിനല്ല. അവർക്ക് വരാൻ പോകുന്ന ആപത്തെന്താണ്? സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവരുടെ ഈ പിശുക്ക് കാട്ടിക്കൊണ്ട് കൂട്ടിവെച്ച ധനത്തെ കണ്ഠാഭരണമായി അണിയിക്കപ്പെടുന്നതാണ്.
അതിന്റെ രൂപമാണ് റസൂലുള്ള വിശദീകരിച്ചത് ആ ഹദീസിലൂടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മുഴുവൻ അനന്തരമെടുക്കുന്നവൻ റബ്ബാണ്, മുഴുവണ്ണത്തിന്റെയും മാലിക് അവനാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഭൂമിയിലെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷ്മമായി അറിയുന്നുണ്ട് കേട്ടോ എന്നാണ് അല്ലാഹ് പറയുന്നത്. ആർക്കും അറിയാത്ത എല്ലാ സമ്പത്തിന്റെ കണക്കുകളും പടച്ച റബ്ബിന്റെ കോടതിയിൽ കൃത്യമാണ്. എല്ലാം അവിടെ രേഖപ്പെടുത്തപ്പെട്ടു പോയി. നിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ദിർഹം പോലും അവിടെ പടച്ച തമ്പുരാന്റെ അറിവില്ലെന്ന് മുക്തമായി കൊണ്ട് നേടാനോ ചെലവഴിക്കാനോ കഴിയുന്നില്ല. എങ്കിൽ അല്ലാഹ് പറയുന്നു, ആ ഭീകരമായ ദിനത്തിൽ നിനക്ക് രക്ഷ വേണോ? അന്ന് നിനക്ക് സമാധാനം വേണോ? അന്ന് നിനക്ക് റബ്ബിന്റെ മാർഗത്തിൽ ശരിയായ നിലക്കുള്ള രക്ഷ വേണോ? എങ്കിൽ ധനം സമ്പാദിക്കുമ്പോ ശ്രദ്ധിച്ചോ, ഹറാമിലൂടെ നേടണ്ട, ഹറാമിലൂടെ ചെലവഴിക്കണ്ട, ഹറാമിലൂടെ നിന്റെ മക്കളെ തീറ്റിക്കണ്ട, ഹറാമിലൂടെ നീ വസ്ത്രം വാങ്ങണ്ട, ഹറാമിലൂടെ നീ വീടെടുക്കണ്ട, ഹറാമിലൂടെ നീ നിന്റെ ഭാര്യയെ പോറ്റണ്ട. അങ്ങനെ അനിസ്ലാമികമായ നിലക്കുള്ള ഒരു ദിർഹം പോലും കടന്നു വരാതെ നീ സൂക്ഷിക്കാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെ രക്ഷപ്പെടും. അങ്ങനെ നീ സമ്പാദിച്ചുണ്ടാക്കിയ ധനത്തിൽ പോലും അവകാശികൾക്ക് നീ അവകാശം കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ അതും ഭീകരമായ ആ ദിവസത്തിൽ അതിഭീഭത്സമായ ശിക്ഷക്ക് നീ വിധേയമാക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിന്റെ ശുദ്ധീകരണമാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. അതിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ ധനത്തിന്റെ ശുദ്ധീകരണം. അതാണ് സക്കാത്ത്. അത് കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ കണക്ക് നോക്കിക്കോ, കൃത്യമായി പരിശോധിച്ചോളൂ. എത്രയാണ് എനിക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന അവസരം എന്ന് കണക്ക് നോക്കി ഇപ്പാരെയും പഠിപ്പിക്കേണ്ടതില്ല. അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. എത്രയാ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന്. ശമ്പളക്കാരി എല്ലാവരും സക്കാത്ത് കൊടുക്കണം. എത്രയേ ആവശ്യമുള്ളൂ. എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നതാണ്. ഒരു 600 ഗ്രാം വരെ വേണ്ടതില്ല. 595 ഗ്രാം വെള്ളിക്കുള്ള ദിർഹം നമ്മുടെ കയ്യിൽ ഒരു കൊല്ലത്തെ ചെലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ മുതലാളിയാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ടവരാണ്. 1000 ദിർഹമിന് 25 ദിർഹം നമ്മുടേതല്ല. 975 നീ ഭക്ഷിച്ചോ എന്ന് റബ്ബ് പറയുമ്പോ 25 നിനക്ക് ഹറാമാണെന്നാണ് റബ്ബ് പറയുന്നത്. അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാഞ്ഞാൽ ആഖിറത്തിൽ വിടുകയില്ല. അങ്ങനെ കൃത്യമായി കണക്ക് നോക്കണം. കച്ചവടക്കാര് അവരുടെ ഷോപ്പിലുള്ള സാധനങ്ങളുടെ കണക്ക് നോക്കണം. എത്ര രൂപക്കുണ്ട് അവിടെയുള്ള സാധനമെന്ന് നോക്കണം. ഇതുവരെ വിറ്റുവരവ് കിട്ടിയത് എത്രയുണ്ട് എന്ന് നോക്കണം. കിട്ടാനുള്ളത് വേറെ എത്രയെന്ന് നോക്കണം. കൊടുക്കാനുള്ളതും മറ്റ് ചെലവുകളും എത്രയാണെങ്കിൽ കിഴിക്കണം. അത് കഴിച്ച് ബാക്കിയുള്ള സംഖ്യയുടെ മുഴുവൻ കണക്ക് നോക്കിയിട്ട് 2.5% അവർ സക്കാത്ത് കൊടുത്തേ പറ്റൂ. 1000-ന് 25 ദിർഹം എന്ന തോതിൽ, 1,00,000-ന് 2500 എന്ന തോതിൽ കൃത്യമായ കണക്കാണ്. കണക്കറിയാത്തത് കൊണ്ട് ഒരാളും സക്കാത്ത് കൊടുക്കാതിരിക്കരുത്. ഇസ്ലാമിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിരുന്നതാണ്. അഭിപ്രായ വ്യത്യാസം സക്കാത്തിന്റെ മസ്അലകളിൽ വളരെ ചുരുങ്ങിയ മസ്അലകളിലേ ഉള്ളൂ. ചുരുങ്ങിയ കാര്യങ്ങളിലെ ആ വിഷയത്തിൽ തർക്കമുള്ളൂ. തർക്കമില്ലാതെ തന്നെ എമ്പാടും മസ്അലകളുള്ളപ്പോ സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് കൊടുക്കാഞ്ഞാൽ അത് ആഭരണമാണെങ്കിലും ശരി, വെള്ളിയാണെങ്കിലും ശരി, സ്വർണമാണെങ്കിലും എന്താണെങ്കിലും സക്കാത്ത് കൊടുത്തേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചല്ലോ. 10.5 പവനുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നതാണ് കണക്കെങ്കിലും വെള്ളിയുടെ ഹദീസാണ് സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കണിശമായി സഹീഹായത് എന്ന നിലക്ക് ആ വെള്ളിയുടെ 595 ഗ്രാം വെള്ളിയുടെ തൂക്കത്തിനുള്ള സ്വർണമുണ്ടെങ്കിൽ പോലും കൊടുക്കുന്നതാണ് സൂക്ഷ്മത എന്നതാണ് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ എത്രയാണ് അതിന്റെ ഗൗരവം? അതുകൊണ്ട് 10.5 10.5 മാത്രമല്ല, 11 ആണെങ്കിൽ 1/2 പവന് മാത്രമല്ല, മുഴുവണ്ണത്തിനും കൊടുക്കണം. അങ്ങനെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, 10.5 കണക്ക്, ഇപ്പൊ 12 ഉണ്ടെങ്കിൽ 1.5 പവന്റെ സക്കാത്ത് കൊടുത്താൽ പോരാ, 12 നൽകണം. അങ്ങനെ ഓരോന്നും കണക്ക് കൂട്ടിക്കോ. കച്ചവടക്കാർക്ക് അവരുടേതായ കണക്ക് നോക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ നിലക്കുള്ള വരുമാന മാർഗമുണ്ടെങ്കിൽ ആ വരുമാന മാർഗങ്ങളുടെയൊക്കെ കൃത്യമായ കണക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന ഏതെങ്കിലും കണക്കിനെ സംബന്ധിച്ച് വല്ല സംശയങ്ങളുമുണ്ടെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സക്കാത്ത് കൊടുത്തു തീർത്തോ. അത് തീർക്കാതെ ലൈലത്തുൽ ഖദർ ആരും കാത്തിരിക്കേണ്ടതില്ല. അവസാനത്തെ 10 കാത്തിരിക്കേണ്ടതില്ല.
അള്ളാഹുവിന്റെ മാർഗത്തിൽ ശുദ്ധീകരണം നടക്കണമെങ്കിൽ ആ ശുദ്ധീകരണത്തിന് ധനത്തിന്റെ ശുദ്ധീകരണം കൂടി പെടുകയാണ്. അതൊന്ന് കണക്ക് നോക്കാൻ എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് സുഹൃത്തുക്കളെ. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കണിശമായി പറഞ്ഞതാണത്. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സിനൊരു ശുദ്ധീകരണമാണത്. തുതഖിറുഹും, അത് അവരെ ശുദ്ധീകരിക്കുന്നു എന്നല്ലേ ഖുർആൻ പറയുന്നത്. മാനസികമായ ഒരുപാട് രോഗത്തിനുള്ള ചികിത്സയാണ് ധർമ്മം, സക്കാത്ത്. മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന കുറെ രോഗങ്ങളുണ്ട്. അതൊരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ കാണുന്ന രോഗങ്ങളല്ല. മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു രോഗമാണ് ബുഖ്ല്, പിശുക്ക്. പിശുക്ക് എന്ന മാരകമായ രോഗം ഹൃദയം തുറന്നു നോക്കിയാൽ കാണുന്നതല്ല. സക്കാത്ത് അങ്ങ് കൊടുക്കുന്ന ഒരു മനുഷ്യനുള്ള ഔഷധമാണ്. സക്കാത്ത് അങ്ങ് കൊടുക്കുന്നതിലൂടെ അവന്റെ ബുഖ്ൽ എന്ന രോഗം നീങ്ങിപ്പോകും. കാരണം പിശുക്കുള്ളവനത് കയ്യച്ചാണ് കൊടുക്കാൻ കഴിയൂല. എങ്ങനെയത് കൊടുക്കാൻ? എന്റെ മുതലല്ലേ വെച്ചിട്ട് ഇങ്ങനെ 10 വിരലും കൂട്ടി മുറുക്കി പിടിക്കുമ്പോ ഇതങ്ങ് കയ്യച്ചങ്ങ് കൊടുക്കുമ്പോ ബുഖ്ൽ എന്ന രോഗം പോവുകയാണ്. സ്വാർത്ഥത എന്ന രോഗം മാറുകയാണ്. തന്റെ താല്പര്യം മാത്രമാണ് വലുതെന്ന രോഗം മാറുകയാണ്. പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന സ്വാർത്ഥത എന്ന് പറയുന്ന രോഗം മാറുകയാണ്. അങ്ങനെ ലുബ്ദും പിശുക്കുമൊക്കെ അടങ്ങുന്ന ആ നിലക്കുള്ള ഒരുപാട് രോഗങ്ങൾ മാറാൻ തുതഖിറുഹും, അതവരെ ശുദ്ധീകരിക്കുന്നു, വതുസക്കീഹിം, അതവരെ സംസ്കരിച്ചെടുക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. കൊടുക്കാൻ കഴിയൂല. എങ്ങനെ കൊടുക്കാ? പണ്ടൊരുത്തം പറഞ്ഞില്ലേ, കൊടുത്തോളി, ഇന്നെ കെട്ടിട്ടാണ് കൊടുത്തോളി എന്ന് പറഞ്ഞ്. എന്നെ കെട്ടിട്ടിട്ട് നിങ്ങളാണ് കൊടുത്താലും എന്റെ കൈയോടത് കൊടുക്കാൻ കഴിയില്ല. ആ നിലക്ക് മനസ്സുള്ള ആളുകളില്ല എപ്പോഴും. സക്കാത്ത് കൊടുത്തു. എന്താ കൊടുക്കല്? 27 രാവിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ 5ന്റെയും 10ന്റെയും പൈസ ഇങ്ങനെ ഇട്ടിച്ചിക്കുക. എന്നിട്ട് മുതലാളിയുടെ വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ ആൾക്കാർ തിരക്കണം. രാവിലെ മൂപ്പര് ഇങ്ങനെ ചാരികസേരയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോഴേക്ക് ഇങ്ങനെ തിരക്കണം. 8 മണിക്കാ സക്കാത്ത് വിതരണം എന്ന് പരസ്യം ഉണ്ടാവും. അപ്പൊ പാവങ്ങളൊക്കെ സുബൈ കഴിഞ്ഞേക്കന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്യൂ. മൂപ്പര വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര തിരക്ക്. സെക്യൂരിറ്റി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നിയന്ത്രിക്കുന്നു. എന്താ ഈ പിച്ചപ്പാളയിലേക്ക് ഇവന് എറിഞ്ഞു കൊടുക്കുന്ന ഏതാനും തുട്ട് നാണയത്തിന് വേണ്ടി? ഇതാണോ സക്കാത്ത്? ഇതാണോ സക്കാത്ത്? സക്കാത്ത് എന്ന് പറയുന്നത് 27 രാവിന് മാറ്റിവെക്കേണ്ട ചില്ലറയല്ല. നിന്റെ കയ്യിലുള്ള ബാലൻസ് എത്രയാണെന്നൊരു കൊല്ലം പരിശോധിക്കണം. കൃത്യമായി എത്ര ലക്ഷമാണ്, എത്ര ആയിരമാണ് പരിശോധിക്കണം. അതിന്റെ കൃത്യമായ കണക്കങ്ങ് കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ, ഇവിടെ ആരും ചോദിച്ചിട്ടില്ലെങ്കിലും മരണനേരം മുതൽ നീ കരയുന്നതാണ്. മരണനേരം മുതൽ നീ കരയാൻ തുടങ്ങുന്നതാണ്. മലക്കുൽ മൗത്ത് നിന്റെ അടുക്കൽ വരുമ്പോ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞല്ലോ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. മരണത്തിന്റെ മാലാഖ അവന്റെ അടുക്കലെത്തുമ്പോ ഇത് കൊടുക്കാതെ കൂട്ടിവെച്ചവനാ വിലപിക്കുകയാണ്, കെഞ്ചുകയാണ്. പടച്ച റബ്ബേ, നീ എന്നെ ഒന്ന് പിന്തിച്ചു തരുമോ? ഒരൽപ്പം മണിക്കൂർ നേരത്തേക്ക്, ഏതാനും ദിവസത്തേക്ക് എന്തിനാ? ഞാനൊന്ന് കണക്ക് നോക്കട്ടെ, എന്റെ മുതലിന്റെ കണക്കൊക്കെ നോക്കട്ടെ. അങ്ങനെ കൃത്യമായിട്ട് ഫഅസ്സദ്ദഖ, ഞാൻ കൊടുക്കാനുള്ള സ്വതക്കയൊക്കെ ഒന്ന് കൊടുത്തു തീർത്തോട്ടെ. വഅകും മിനസ് സാലിഹീൻ. ആരാനെ പറ്റിച്ചിട്ടും കളവ് പറഞ്ഞിട്ടും കഫീലിനെ പറ്റിച്ചിട്ടും ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിയിട്ടും നോണ പറഞ്ഞിട്ടും കള്ളസത്യം ചെയ്തിട്ടുമൊക്കെ ഉണ്ടാക്കിയ പണമാണ്. മക്ബറ വിറ്റിട്ട് പണമാക്കുണ്ടാക്കിയവരാണ്. ജാറം വിറ്റിട്ടുണ്ടാക്കിയ പണമാണ്. മയ്യത്തിനെ വെച്ച് വിലപേശിയിട്ടുണ്ടാക്കിയ പണമാണ്. മന്ത്രിച്ചൂതി ഉണ്ടാക്കിയ പണമാണ്. അങ്ങനെ പല നിലക്കും ഉണ്ടാക്കിയതുണ്ട്. ഞാനിതൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചൊന്ന് കണക്ക് നോക്കിയിട്ട് വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ പെട്ടവനായിക്കൊള്ളാം എന്നങ്ങ് പറയുമ്പോ എന്താ മറുപടി? എന്നാ ശരി, പാവല്ലേ, പൊയ്ക്കോ. നീ കണക്കൊക്കെ നോക്കിയിട്ട് ഇതിന്റെ മുതലൊക്കെ നോക്കി, കച്ചവടക്കാരാ, ബിസിനസ് ഒക്കെ ഉഷാറായിക്കോട്ടെ, ഒന്നും കൂടി ചെന്ന് നോക്ക്. ഒരു കൊല്ലം കൂടി കച്ചവടം ചെയ്ത് സക്കാത്തൊക്കെ കൊടുക്ക്. ശമ്പളക്കാരനാ, നീ നിന്റെ ശമ്പളമൊക്കെ നോക്ക്, ബാങ്ക് ബാലൻസ് ഒക്കെ പരിശോധിച്ചിട്ട് വാ. നിന്നെ ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിടിക്കാന്ന് പറയോ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാത്മാവിനെയും ഒരു സെക്കൻഡ് നേരത്തേക്ക് പിന്തിക്കുന്ന പരിപാടി റബ്ബിനില്ല. ഇത് അല്ലാഹു തആല നമ്മൾ ഓടുന്ന ഖുർആനിലാണ് പറയുന്നത്.
റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. ചെയ്യാതെ വിട്ടേച്ചു പോയ പലതും ചെയ്യാനുണ്ടായിരുന്നു, ഒന്ന് മടക്കിത്തരുമോ എന്ന് വിലപിക്കുന്ന നേരത്ത് അല്ല പറയുന്ന മറുപടി എന്താണെന്നോ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് നീ പറയുന്നൊരു വർത്തമാനം മാത്രമാണടോ, ഇനി നിനക്ക് മടക്കമല്ല ഉള്ളത്, ഇനി പോകാൻ വേറെ വീടാണുള്ളത്. അതേതാണെന്നറിയണ്ടേ? വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വിചാരണ നാളിലേക്ക് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ഖബറാണ് ഇനി അവർക്കുള്ളത്, ബർസഖിയായ ജീവിതമാണുള്ളത്, ഇനി മടക്കമില്ല. അപ്പൊ മരണത്തിന്റെ നേരത്ത് സക്കാത്ത് കൊടുക്കാത്തതിനെ പറ്റി ചിന്തിച്ചിട്ട് ഫലമുണ്ടാവില്ലാന്നാ അല്ല എന്നോടും നിങ്ങളോടും പറയുന്നത്. അതുകൊണ്ട് കണക്ക് നോക്കിക്കോ. റബ്ബിന്റെ മഗ്ഫിറത്തിന് വേണ്ടി തേടുന്ന മാസമാണ്, അല്ലാഹുവിങ്കൽ നിന്ന് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്ന മാസമാണ്. ആ അവസരത്തിൽ ധനത്തിന്റെ കണക്ക് ശരിക്ക് പരിശോധിച്ചോ. ധനം ആഭരണവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആഭരണമുള്ള പെണ്ണുങ്ങളും ആ പെണ്ണുങ്ങളെ നിയന്ത്രിക്കുന്ന ആണുങ്ങളും സക്കാത്ത് കൊടുക്കേണ്ട കാര്യം പറയുന്നത് ഓളതാണെന്ന്, അത് പെണ്ണിന്റെതാണെന്ന്. ആ പെണ്ണങ്ങാനും ആ ആഭരണത്തിൽ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചൊരു വിനിമയം നടത്തിയാൽ ഇവന്റെ വല്ലാത്തൊരു ആവേശം പുറത്തു ചാടലായി. എന്റെ ധനത്തിൽ എന്നോട് ചോദിക്കാതെ ആരാ നിന്നോട് ഇടപാട് നടത്താൻ പറഞ്ഞതും ചോദിക്കൂലേ? സക്കാത്തിന്റെ കാര്യം പറയുന്നത് ഓളതാണെന്ന്. എന്നാ ഓള മുതലല്ലേ വെച്ചിട്ട് അവളൊന്ന് സക്കാത്തിന്റെ അല്ലെങ്കിൽ ആ ആഭരണത്തിൽ എന്തെങ്കിലും ക്രയവിക്രയം നടത്താൻ വിചാരിച്ചാലോ ഇപ്പം പുറത്താക്കൂലേ? അപ്പോ സക്കാത്തിന്റെ നോട്ടക്കാരി ആരൊക്കെ പെടും? പെണ്ണാണെങ്കിൽ ആ പെണ്ണ്, അത് അല്ലെങ്കിൽ ആണാണോ ആണ്. നോക്കിക്കോ കണക്ക്. എത്ര പവനുകളാ ഓരോ വീടുകളിൽ, എത്ര പവനുകളാ. ചില ആളുകൾ വീതിച്ചു കൊടുക്കുക, മക്കളെ പേരിൽ, കുറെ ആൾക്കാരെ പേരിൽ കൊടുക്കുക, അത് ഓരോരുത്തർക്കും 10 തികയാതാക്കുക. ആരെയാ പറ്റിക്കുന്നത്? നീ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്നത് നിന്റെ ഉടമയിലാണോ? എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് കൊടുക്കണം. അങ്ങനെ കൃത്യമായി ഓരോ വീട്ടിലും പരിശോധിച്ചോ. 100ഉം 200ഉം 500ഉം വീട്ടിലും കഴുത്തിലും കാലിലും അരയിലും ബാങ്ക് ലോക്കറിലുമായിട്ട് എത്രയാ? കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ ഇവിടെ ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ നീ മരിക്കുന്ന നേരം തൊട്ട് കരയേണ്ടി വരും സുഹൃത്തെ. ഖബറിലെത്തിക്കഴിഞ്ഞാലും ഈ എന്തനുസരിച്ചാണ് ജീവിച്ചതെന്ന് ചോദിക്കുമ്പോ, റസൂലുള്ളാഹിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്തെന്ന് ചോദിക്കുമ്പോ, ആ റസൂല് പറഞ്ഞതനുസരിച്ചുകൊണ്ട് നീ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ, ഹാഹുലാ അതിരീ, എനിക്കറിഞ്ഞുകൂടാ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിലപിക്കുമ്പോ, അള്ളാഹുവിന്റെ ശിക്ഷ നടത്തുന്ന മലായിക്കത്തുകൾ വലിയ ഹാമറുകൾ, ചുറ്റികകൾ എടുത്തുകൊണ്ട് ഖബറിൽ നിന്നെ പ്രഹരിക്കുകയാണ്. ആ പ്രഹരത്തിന്റെ ഊക്കിലും ശക്തിയിലും പെട്ടുകൊണ്ട് നീ എത്രയോ കാലം നീ താഴ്ന്നു പോകും, പിന്നെയും നീ പൊങ്ങി വരും, പിന്നെയും നിനക്കടിയാണ്. റസൂലുള്ളയല്ലേ വിശദീകരിക്കുന്നത്. ഇന്ന് മരിച്ചാൽ നാളെ നടക്കാൻ പോകുന്ന സംഗതിയല്ലേ ഇത്? ഇന്ന് മരിച്ചാൽ നമ്മൾ ഖബറിലേക്ക് ആഴ്ന്നുപെട്ടു പോവുകയാണ്. നാളെ മുതൽക്ക് തുടങ്ങുന്ന കാര്യമാണ് ഈ പറയുന്നത്. മഹ്ശറിലെത്തിയിട്ട് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇന്ന് മരിച്ചാൽ നാളത്തെ തന്നെ സെക്കൻഡിൽ തുടങ്ങാൻ പോകുന്ന ശിക്ഷയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പരിശോധിച്ചോ സുഹൃത്തുക്കളെ. ധനം എങ്ങനെയും ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കുന്ന വഴി നന്നാവണം. ഹറാമിലൂടെ ഏതെങ്കിലും നിലക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ആ നിലക്കൊക്കെ കൃത്യമായിട്ട് ശുദ്ധീകരിച്ചിട്ട്, ആർക്കൊക്കെയാണ് കൃത്യമായിട്ട് അല്ലാഹു നൽകാൻ പറഞ്ഞതെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മാർഗങ്ങളിലേക്ക് അത് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ധനത്തെയും ശുദ്ധീകരിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് വേണ്ടത് ചെയ്യുക. എല്ലാവരും കണക്ക് നോക്കുക അവരവരെ മുതൽ. എന്നിട്ട് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുക. വല്ല കാര്യത്തിലും മസ്അലയിലും വല്ല തർക്കമുണ്ടോ, സംശയമുണ്ടോ, അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക. സംശയം തീരുവോളം ചോദിച്ചു പഠിക്കുക. എന്തിനു വേണ്ടി? കൊടുക്കാതിരിക്കാൻ വേണ്ടി സംശയം ചോദിക്കല്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട് സക്കാത്തിലെ വലിയ സംശയം, തീരാത്ത സംശയ ചില ആൾക്കാർക്ക് സക്കാത്തിൽ ഒരു ചില്ലിക്കാശോ സക്കാത്ത് കൊടുക്കൂല. എന്നിട്ട് പറയും എന്താപ്പ ചെയ്യാ, പലർക്കും പല അഭിപ്രായമാണ്. എന്തിനാ എങ്ങനെ ബേജാറാണ്? ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പറഞ്ഞുതരാ. കൊടുക്കാൻ തയ്യാറുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, അഭിപ്രായ വ്യത്യാസമുള്ള മസലയൊക്കെ സക്കാത്തിൽ വളരെ ചുരുക്കേ ഉള്ളൂ. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതാ 99%. അഭിപ്രായ വ്യത്യാസം ഉള്ളതിൽ ഏറ്റവും തക്കവ സൂക്ഷ്മതൊക്കെ നല്ലതേതാന്ന് നോക്കി ചെയ്തോ. എന്നാലും കൊടുക്കാതിരിക്കരുത്. വരട്ടെ നോക്കാം, ഒന്നുകൂടി കണക്ക് നോക്കാം. ഇന്ന് നമ്മളാണ്ട് ആയിട്ടില്ല എന്ന് ശൈത്താൻ നമ്മളോട് ഇങ്ങനെ പറയും. അങ്ങനെ ശൈത്താനും നിന്ന് കൊടുക്കണ്ട.
അള്ളാഹു നമുക്ക് അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്ന നിലക്ക് ധനം നേടുക, അത് വിനിമയം നടത്തുക, സ്വീകരിക്കുന്ന മാർഗവും വിനിമയം നടത്തുന്ന മാർഗവും ശുദ്ധമാക്കുക. എങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ധനത്തെ സമ്പാദിക്കുന്നവരിലും ആ നിലക്ക് ധനത്തെ വിനിമയം ചെയ്യുന്നതിലും അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കൃത്യമായി കണക്ക് നോക്കിയിട്ട് അത് ശുദ്ധീകരിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ധനം ഇസ്ലാമികമായ നിലക്ക് തന്നെ സമ്പാദിക്കാനും ആ നിലക്ക് അവൻ പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് ചെലവഴിക്കാനുമുള്ള എല്ലാ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമായ രൂപത്തിലേക്ക് ഒരു ഫീൽസ് പോലും നൽകാതെ ജാറങ്ങളിലേക്ക്, ആ നിലക്കുള്ള ഹറാമായ പ്രവർത്തനങ്ങളിലേക്ക്, മഹോത്സവങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഡാൻസ് പരിപാടികളിലേക്ക്, കലാപരിപാടികളിലേക്ക്, അങ്ങനെയൊക്കെ ഹറാമായ മുതല് ധർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതാ യത്തീം മക്കളെ പോറ്റാനാണെന്ന് പറഞ്ഞുകൊണ്ട് അറബികളുടെ കയ്യിൽ നിന്ന് കോടികൾ കൊണ്ടുപോകുന്ന ആളുകൾ പോലും കോഴിക്കോട് മലബാർ മഹോത്സവം എന്ന് പറയുന്ന കൂത്തരങ്ങിന് വേണ്ടി 50 ലക്ഷമാണ് ചെലവഴിച്ചത് എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില പുരോഹിതന്മാർ ഈ രാജ്യത്ത് വന്നുകൊണ്ട് പാവങ്ങളായ അറബികളുടെ പക്കൽ നിന്ന് പണം പറ്റിച്ചു കൊണ്ടുപോയിട്ട് കേരളത്തിലെ മലബാർ മഹോത്സവത്തിന്റെ ഫണ്ടിലേക്ക് കുച്ചിപ്പുടിയും അതുപോലെ തന്നെ നൃത്തനൃത്യങ്ങൾ നടത്തുന്ന കൂത്തരങ്ങിന് വേണ്ടി 50 ലക്ഷമാണ് പൊടിച്ചത് എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ പണം ഹറാമിലൂടെ ഉണ്ടാക്കുകയും ഹറാമിലൂടെ ചെലവഴിക്കുകയും യാതൊരു നിലക്കുള്ള ലക്കും ലഗാനുമില്ലാതെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുള്ള കൂട്ടത്തിൽ സുഹൃത്തുക്കളെ, സൂക്ഷ്മത പാലിച്ചാൽ അവനവന് നന്ന്, അവനവന്റെ ഖബർ ജീവിതം നന്നാകും, അവനവന്റെ പരലോകം നന്നാകും. അതിനുവേണ്ടി ആ നിലക്കൊക്കെ ഒരു കൃത്യമായ ഒരു ബോധവൽക്കരണം നമ്മുടെ മനസ്സിന് നമ്മൾ നൽകുക, നമ്മുടെ കുടുംബത്തിന് നമ്മൾ നൽകുക. അങ്ങനെ എല്ലാ നിലക്കും ശുദ്ധീകരിക്കപ്പെടാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുക. അർഹമുർ-റഹീമായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും പരീക്ഷണങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും പടച്ചതമ്പുരാൻ നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീടുകളിലും ആസ്പത്രികളിലുമായി വേദന കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, പടച്ചതമ്പുരാൻ അവരുടെ വേദനകൾ എത്ര വലുതാണെങ്കിലും ശിഫ നൽകാൻ കഴിവുള്ളവനാണ്. അർഹമുർ-റഹീമീനായ തമ്പുരാൻ ആ രോഗികൾക്കെല്ലാം വേദന ലഘൂകരിച്ചുകൊണ്ട് അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു ഖൈറുലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും എല്ലാം അല്ലാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ അർഹമുർ-റഹീമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ജോലികളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ഹറാമു കലരാതെ പടച്ചതമ്പുരാൻ നമ്മുടെ ധനത്തെ സംരക്ഷിക്കുമാറാകട്ടെ. അവന് പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് മാത്രം ചെലവഴിക്കുന്ന നല്ലവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരായ ആളുകളോടൊപ്പം നാളെ പരലോകത്ത് നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ.